നമസ്കാരം, മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ 18-19 കാലഘട്ടം, അതായത് ഏകദേശം 20 വർഷം മുന്നത്തെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ആള് ഒരു പ്രസിദ്ധമായ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. അവൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരാളിങ്ങനെ ഒരു കൈനീട്ടി വിളിക്കുന്നു. ഇന്നലെയാണ്, വെള്ളിയാഴ്ചയാണ് സ്വപ്നം കണ്ടത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് അവൻ കേട്ടത്. അവിടെ പോയി കണ്ടതിന് ശേഷം എന്നെ വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 18-19 എൻ്റെ വയസ്സിൻ്റെ ആ സമയത്ത് അവനെ ഞാൻ പരിചയപ്പെടുന്നത് തൃശ്ശൂർ ഒരു ജ്യോതിഷ ക്ലബ്ബ്, അത് ഏതാണെന്ന് എനിക്കറിയില്ല, ക്ലബ്ബല്ല, ഒരു പ്രസ്ഥാനമാണ്. അവിടെ അവൻ പൂജാതന്ത്രവിധികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഞാൻ ജ്യോതിഷം പഠിക്കാൻ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ ശാസ്ത്രങ്ങളിലും ഞാൻ ഒന്ന് കൈ ഇട്ടൊന്ന് തൊട്ട് നക്കും, എല്ലാം ഒന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചാണ് അവനായിട്ടുള്ള പരിചയം. എന്തോ ഒരുപാട് മാനസിക അടുപ്പുണ്ടായി. അന്ന് കാലത്ത് മൊബൈലൊന്നുമില്ല, ഇപ്പോഴാണ് മൊബൈലായത്. പക്ഷേ ആ ബന്ധം അവൻ വിട്ടില്ല. ഞങ്ങളധികം അങ്ങനെ വിളിക്കാറൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി ആ ബന്ധം അങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ വിളിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഇന്ന് അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാജേഷേ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നീ ജ്യോതിഷം പഠിച്ചോല്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞോളൂ, അത് നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ പഠിക്കാൻ പോണത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ല. അത് പറയുമ്പോൾ ഒരു കഴിവ് എനിക്ക് പറയേണ്ടത്, ഈ വിശ്വാസത്തിൻ്റെ പുറത്തല്ല ഞാൻ പഠിക്കാൻ പോയേ എങ്കിൽ കൂടി ഞാൻ പോണ ആ സമയത്ത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീടാണ് എൻ്റെ വിശ്വാസങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അത് നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടുത്തി തന്നെയാണ് ഞാൻ. കാരണം എൻ്റെ ഉള്ളിലെ എന്താ പറയുക, ദൈവാത്മികത, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് നഷ്ടപ്പെട്ട് പോകുന്നത് എനിക്കെന്നെ മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജ്യോതിഷമൊക്കെ പഠിക്കുമ്പോൾ ജാരവശം, അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞില്ല, പഠിച്ച് അങ്ങനെ അങ്ങോട്ട് കത്തി കയറുമ്പോൾ, 3 വർഷമായിരുന്നു ആ കോഴ്സ്, ഫ്രീ ആയിരുന്നു. കത്തി കയറുമ്പോൾ പിന്നെ നമ്മൾ ഒരു 3 സ്റ്റേജോ 4 സ്റ്റേജൊക്കെ കണ്ടാണ് ആ കോഴ്സ് വരുന്നത്. അത് ഞാൻ ഫില്ല് ചെയ്തു. അത് ഇത്തവണ ആ കോഴ്സ് ഞാൻ മൊത്തം ഫില്ല് ചെയ്തു. കാരണം ആഴ്ചയിൽ 2 ദിവസം 1 മണിക്കൂറേ കോഴ്സുള്ളൂ. അവിടെ എനിക്ക് ഫില്ല് ചെയ്യാൻ സിമ്പിളായിട്ട് അത് പറ്റി. എല്ലാ ദിവസവും ഉണ്ട്, ഏത് ദിവസം വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയായിരുന്നു. എല്ലാ മണിക്കൂറുണ്ട്, അതായത് കാലത്തൊട്ട് വൈകുന്നേരം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് പോയാൽ മതി. അത് കറക്റ്റായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ശാസ്ത്രവിധി പ്രകാരവും ജാരവിധി പ്രകാരമൊക്കെ അത് വെച്ച് നമ്മുടെ മുന്നേ വരുന്ന പരീക്ഷണങ്ങളാണല്ലോ ആദ്യം വരുന്ന ആൾക്കാരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയായി തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയം കയറി തുടങ്ങി. കാരണം നമുക്കിത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം വരും. അത് ഇപ്പോൾ ഈ പറയുമ്പോഴും വരുന്നുണ്ട്. ഈ വരുന്ന സാധനം എന്തായാലും എനിക്ക് വേണ്ട എന്നൊരു ചിന്ത വന്നു. കാരണം അത് വേണ്ട, അത്ര തന്നെ. അങ്ങനെയാണ് ഞാനത് നിർത്തിയത്. എനിക്ക് ഒരു എന്താ പറയുക, വിശ്വാസമില്ലാത്ത ഒരാളായിട്ട് ജീവിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും സ്നേഹപൂർണ്ണമെന്ന് തോന്നിയിട്ട് അങ്ങനെ നിർത്തിയാണ്. പക്ഷേ ഇവനത് എന്നോടൊന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുടാ, അത് ഞാൻ എന്നേ നിർത്തിയതാ. അതുകൊണ്ട് തന്നെ ഇനി എന്നോട് അതൊന്നും പറയില്ലേ വീണ്ടും ഗണിക്കാൻ. കാരണം ഇത് ഗണിക്കണമെങ്കിൽ നമുക്ക് 41 ദിവസത്തെ വ്രതവും കൂടി വേണം. എന്നിട്ട് പഴയ ദൈവികത നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയൊക്കെയാണ്. അതൊക്കെയാണ് അതിൻ്റെ നിയമവശങ്ങൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് വിശ്വാസമില്ലെങ്കിൽ കൂടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പറഞ്ഞു, വിശ്വാസം ഇല്ലെങ്കിൽ കൂടി ചെയ്യുകയാണെങ്കിൽ കൂടി ആ വിശ്വാസത്തിൻ്റെ രൂപത്തിൽ കൂടി തന്നെ വേണം ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, അവിടെ നീ വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ ആ പൂജാക്രമത്തിലെ ഒരു മൃത്യുഞ്ജയ ഹോമം അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇതാക്കുക. അല്ലെങ്കിൽ പിന്നെ നീ വേറെ ആരുടെങ്കിലും. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിത് കേട്ടാൽ മതിടാ. എൻ്റെ മനസ്സിലും അതിൻ്റെയായിരുന്നു. ചില മനസ്സുകൾ അങ്ങനെയാണ്, ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്, ഏറ്റവും നല്ല എന്താ പറയുക, ഒരുപാട് പേർക്ക് അനുഗ്രഹം കൊടുക്കണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോടും ചോദിച്ചപ്പോൾ അതൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ഇത് ഞാനൊരു വലിയ സംഭവമായിട്ട് പറയല്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നുന്നത്. നമ്മൾ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുമ്പോഴും ചിലപ്പോൾ എന്താ പറയുക, ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അടിയിലിരിക്കുന്ന അവനെന്നെ വിളിക്കാൻ തോന്നിയില്ലോ, അതും ഒരു വലിയ കാര്യമല്ലേ. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെ 2-3 ഷോർട്ടുകളും വീഡിയോസ് ഒക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് എഴുതേണ്ട ഒരു
ടെൻഷനിലായിരുന്നു. ഇവൻ വിളിച്ചപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. എനിക്കാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഗണിക്കാനായിട്ടുള്ളൊരു മനസ്സുമില്ല. അതൊക്കെ ഞാൻ എന്നേ വിട്ടതാ സത്യം. ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ദെൻ അടുത്തൊരു വീഡിയോ ആയി വരുമെന്ന ഉറപ്പോടെ ഞാൻ രാജേഷ് നെടുവേലി.